ബിഗ് ബോസ് മലയാളം സീസൺ 5ന്റെ വീക്കെൻഡ് എപ്പിസോഡുകളിൽ ഒന്നായി ഇന്നലെയാണ് അഖിൽ മാരാറെ ലാലേട്ടൻ ശരിക്കും എടുത്തു കുടഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ 5 അവസാനിക്കാൻ ഇനി ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും കണ്ടന്റ് കിട്ടണമെങ്കിൽ മാരാർ വേണമെന്ന അവസ്ഥയാണ്. ലാലേട്ടൻ ചോദ്യം ചെയ്തത് തെറ്റാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം ബിഗ് ബോസ് പോലെ ഒരു ഷോയിൽ അവരുടേതായ നിയമങ്ങൾ ഉണ്ടാകും. അവർ കൊടുക്കുന്ന ടാസ്കുകളിൽ 100% കൊടുക്കുക എന്നതാണ് ഓരോ മത്സരാർത്ഥിയുടെയും ചൂന്നല. അല്ലാതെ എനിക്കതിൽ കൂടുതലൊന്നും ചെയ്യാൻ ഇല്ലെന്നും പറഞ്ഞു മാറി നിൽക്കാൻ സാധിക്കില്ല. അങ്ങനെ എല്ലാവരും ചെയ്താൽ ഷോ എങ്ങനെ മുന്നോട്ട് പോകും? ഇങ്ങനെ നിലനിൽക്കുമ്പോഴും അഖിൽ മാരാരെ മാത്രം ടാർഗറ്റ് ചെയ്തുള്ള ആക്രമണം ബിഗ് ബോസ് സൈഡിൽ നിന്നും വരുന്നത് ഒരിക്കലും ന്യായീകരിച്ചു കൊടുക്കാനും സാധിക്കില്ല. മറ്റുള്ള മത്സരാർത്ഥികളെ ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യാതെ അഖിൽ മാരാർ ചെയ്തത് മാത്രം തെറ്റുകൾ എന്ന് ചൂണ്ടിക്കാട്ടുകയും ക്രൂശിക്കുകയും ചെയ്യുന്നതും തികച്ചും അൺഫെയർ ആയ ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെയുള്ള ഒറ്റപ്പെടുത്തലുകൾ ആണ് നന്നായി ഗെയിം കളിച്ചു വരുന്ന കണ്ടസ്റ്റന്റിനെ പിന്നിലേക്ക് കൊണ്ടുവരുന്നതും അതുമൂലം ഷോയുടെ തകർച്ചയ്ക്കും കാരണമാകുന്നത്. നിലവിൽ ബിഗ് ബോസ് മലയാളം സീസൺ 5ന്റെ അവസ്ഥയും അതുതന്നെയാണ്. കണ്ടസ്റ്റന്റ്സിനെ തിരഞ്ഞെടുത്തതു മുതൽ കൊടുക്കുന്ന ടാസ്കുകളിൽ വരെയും പാളിച്ചകൾ വന്നു. അതിനോടൊപ്പം നന്നായി ഗെയിം കളിക്കുന്ന ആളുകളെയും പോയിന്റ് ഔട്ട് ചെയ്തും വെറുതെ ഇരുന്ന് ദിവസങ്ങൾ തള്ളി നീക്കുന്നവരെ പ്രോത്സാഹിപ്പിച്ചും ഈ ഒരു സീസൺ തകർക്കാൻ ബിഗ് ബോസും കൂടെ നിന്നു എന്ന് വേണം പറയാൻ. എന്നിട്ടും ഈ ഒരു സീസൺ അവസാനിക്കാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും സ്ട്രോങ് ആയി കളിക്കുന്ന മത്സരാർത്ഥിയെ തകർക്കാനും മാനസികമായി തളർത്താനും ശ്രമിക്കുന്ന ബിഗ് ബോസിന്റെ ഈ ഒരു നീക്കം ഒരിക്കലും ന്യായീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും കണ്ടന്റ് ദാരിദ്ര്യം മൂലം ബിഗ് ബോസ് സൈഡിൽ നിന്നും ഉണ്ടാകുന്ന ഇതുപോലെയുള്ള മണ്ടൻ തീരുമാനങ്ങളാണ് അല്ലെങ്കിൽ അതിന്റെ പരിണിത ഫലമാണ് പ്രേക്ഷകർ ആ ഒരു കണ്ടസ്റ്റന്റിനെ ഏറ്റെടുക്കുകയും ആ ഒരാൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. എന്തായാലും അഖിൽ മാരാർക്കൊന്ന് എയറിൽ പോകേണ്ടി വന്നാലും 10 പേരുടെ ജനപിന്തുണ കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല.